ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. ഇന്ന് വന്നിരിക്കുന്നത് വ്ളോഗായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. കുറച്ച് ലേറ്റായി പോയിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈദിൻ്റെ തലേന്ന് കുറച്ച് ഗുലാബ് ജാമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുഴച്ച് വെച്ചത് മാത്രം വീഡിയോ എടുത്തുള്ളൂ. പിന്നെ ബാക്കി വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ സൺഡേ വൈകിട്ട് ഹസ്ബൻഡ് മൈലാഞ്ചിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. റൈറ്റ് ഹാൻഡിൽ എനിക്ക് ഇടാൻ അറിയില്ല. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ ഞാൻ ഇട്ടു, റൈറ്റ് ഹാൻഡിൽ ഹസ്ബൻഡാണ് ഇട്ട് തന്നത് കേട്ടോ. പിന്നെ വീഡിയോ എടുത്ത് തന്നത് സയാനാണ് കേട്ടോ. Zain, Eid Mubarak para. Hotisla. അന്ന് നോമ്പ് തുറന്നതിന് ശേഷം നമ്മൾ ഫ്രൂട്ട്സും ജ്യൂസൊക്കെ കുടിച്ച് നോമ്പൊക്കെ തുറന്ന് അതിന് ശേഷം ഒന്ന് പുറത്ത് പോകാൻ കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ലുലുവിലേക്കാണ് പോകുന്നത്. ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. അന്ന് ഞാൻ നോമ്പ് തുറന്നിട്ട് കഴിക്കാൻ വേണ്ടി ഡിന്നറിനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും പുറത്ത് പോകണമെന്നല്ലേ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് വന്നത് പാരഗണിലാണ്. അവിടെ നിന്ന് ബിരിയാണിയും പിന്നെ അൽഫാമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം സയാൻ റൈഡിലൊക്കെ ഒന്ന് കളിക്കാനൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അവൻ വീട്ടിൽ നിന്നേ പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ, കുറച്ച് നേരം കളിക്കാനുള്ള ടൈം വേണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഒന്നുമില്ല, ഇവിടെ നിന്ന് കഴിഞ്ഞ് നേരെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പിന്നെ നമ്മൾ ഹൈപ്പറിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പെരുന്നാളുടെ തലേദിവസം ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാം വാങ്ങിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, കാരണം കുറച്ച് തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോയും കൂടി എടുത്തുകൊണ്ട് നിൽക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങളും ഫ്രൂട്ട്സൊക്കെ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് പെരുന്നാളിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ, ഈദിൻ്റെ അന്ന് രാവിലെയാണ്. അപ്പോൾ അന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും ചിക്കൻ കറിയും പിന്നെ കുറച്ച് സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പെരുന്നാൾ അന്ന് രാവിലെ എപ്പോഴും എല്ലാവരുടെ വീട്ടിലും മിക്കവരുടെ വീട്ടിലും പത്തിരി തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. ഞാൻ വടക്കാഞ്ചേരിയിലും അങ്ങനെ തന്നെയാണ് കേട്ടോ, രാവിലെ പത്തിരിയാണ് ഉണ്ടാക്കാറ്. അങ്ങനെ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതിൻ്റെ അന്ന് രാവിലെ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇവിടെ എല്ലാവർക്കും വേറെ പായസത്തിനോടൊന്നും അങ്ങനെ താല്പര്യമില്ല കേട്ടോ. സേമിയ പായസം ആണെന്നുണ്ടെങ്കിൽ സയാനും ഇഷ്ടമാണ്. പിന്നെ സയാൻ കഴിക്കുന്നത് പാലടയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും മാത്രം സയാന് ഇഷ്ടമുള്ള പായസമുള്ളൂ. പിന്നെ സേമിയ പായസം ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണല്ലോ. അത് വെച്ചിട്ട് തന്നെ പിന്നെ എന്തായാലും സേമിയ പായസം തന്നെ ഉണ്ടാക്കിയതും. ഇന്ന് സയാൻ തന്നെ ഫുഡ് കഴിച്ചോളാം, ബിഗ് ബോയ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ അങ്ങനെ കഴിക്കാനിരിക്കാൻ കേട്ടോ. സാധാരണ അങ്ങനെ കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ഇന്ന് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന് എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഈദിൻ്റെ ഡ്രസ്സ്. ഞാൻ ഫോട്ടോസ് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ലാസ്റ്റ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും ഈദ് മുബാറക് പറയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം പിന്നെ അങ്ങനെ ഫോണൊക്കെ വിളിച്ച് ഇരിക്കാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ഈദിൻ്റെ ഡ്രസ്സ് കേട്ടോ. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം വെള്ളത്തിൽ കളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടാ. ഇതിങ്ങനെ വെള്ളം ഗ്ലാസ്സിൽ കിട്ടിയത് കാണിച്ചേ, കാണിക്കേ. ബോട്ടിൽ നിന്ന് വെള്ളം എടുത്ത് വെച്ചാ കയ്യിൽ എന്ത് സാധനമാണോ നോക്കട്ടെ. അതെന്താ റിങ്ങാ? സയാന് ഇതിൻ്റെ അന്ന് ചെറിയൊരു പനി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് വൈകിട്ട് തന്നെ ഒരു ക്ലിനിക്കിൽ വന്നതാണ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ എന്താ പറയുക, പനി തുടങ്ങിയതിന് ശേഷം കുറച്ച് ഇങ്ങനെ ഭയങ്കര ടയേർഡായ പോലെയായിരുന്നു ജയൻ. കുറച്ച് ഇങ്ങനെ ക്ഷീണമായിട്ട് കിടക്കണമായിരുന്നു വീട്ടിൽ ഫുൾ ടൈം. അപ്പോൾ എന്തായാലും കാണിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ക്ലിനിക്കാണ് കേട്ടോ. അപ്പോൾ 6:30 മുതൽ ഒരു 8:30 വരെയുള്ള ക്ലിനിക്കാണ്. അപ്പോൾ അങ്ങോട്ട് വന്നതാണ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡോക്ടറിനെ കാണിച്ചു, മെഡിസിനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇനി നേരെ പോകുന്നത് ആര്യാസിലാണ് കേട്ടോ. ആര്യാസിലെ ദോശ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. അത്രയും നല്ല ടേസ്റ്റാണ് അവിടുത്തെ ദോശയുടെ കൂടെ വടയും. അങ്ങനെ ഡിന്നർ കഴിച്ചതിന് ശേഷം അവിടുത്തെ മൈസൂർ പാക്ക്, ഗീ മൈസൂർ പാക്കും അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ നേരെ പോയത് പോത്തീസിലേക്കാണ് കേട്ടോ. ജാന് ടോയ്സ് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് പാൻഡർ മതി എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു. പിന്നെ ഞാൻ എടുക്കുന്നത് ഈദിൻ്റെ നെക്സ്റ്റ് ഡേ ആണ്. അന്ന് ഉമ്മയും വാപ്പയും അനിയനും അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ ജയന് ക്രോക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അവരൊരു ലഞ്ചിൻ്റെ ടൈമിൽ എത്തിയത് കേട്ടോ. ലഞ്ച് കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും. അപ്പോൾ വാപ്പ മാങ്ങ അരിഞ്ഞു തരാൻ കേട്ടോ, അച്ചാറിടാൻ വേണ്ടിയിട്ട്. എല്ലാവരും കൂടി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ സംസാരിച്ചിരുന്ന് അങ്ങനെ ടൈം പോകുമല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയതാണ്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ മാത്രം കുറച്ച് വീഡിയോസ് എടുക്കും, അതാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയുക, അപ്പോൾ ഹസ്ബൻഡും അനിയനും കൂടിയിട്ട് ഫുഡ് ഓർഡർ ചെയ്യാനാണ്. രാത്രിത്തേക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ ഓർഡർ ആക്കിയത് KFC ആയിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഡിന്നറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഉമ്മ അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ഡേ രാവിലെ അവർ പോവുകയാണ് കേട്ടോ തിരിച്ച് വടക്കാഞ്ചേരിക്ക്. ജയൻ ഭയങ്കര കരച്ചിലായിരുന്നു. എന്നിട്ട് കുറേ സമാധാനിപ്പിച്ചിട്ടൊന്നും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു. ശരി, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഇതാണ് കേട്ടോ ഉമ്മ ഇട്ട മാങ്ങച്ചാറ്. പിന്നെ അന്ന് വൈകിട്ട് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഈദിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇനിയും പുതിയ പുതിയ അടിപൊളി വ്ളോഗ്സൊക്കെ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.